കോർപ്പറേഷനിലെ വലിയ വിജയത്തിന് ശേഷവും ബിജെപിക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്? ആർ ശ്രീലേഖ അതൃപ്തി പ്രകടിപ്പിക്കുകയാണോ? നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബിജെപിയെ വീണ്ടും വെട്ടിലാക്കി മുൻ DGPയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ ആർ ശ്രീലേഖ മേയറാക്കുമെന്ന ഉറപ്പിലാണ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ചതെന്ന് ശ്രീലേഖ പറഞ്ഞു. പ്രസ്താവന വിവാദമായതോടെ പരിഭവമില്ലെന്ന വിശദീകരണവുമായി രംഗത്തെത്തി. ശ്രീലേഖ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു മേയർ VV രാജേഷിന്റെ പ്രതികരണം. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം. കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പോൾ അതിനെ 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കുമൊക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാജേഷ് കുറച്ച് ബെറ്ററായിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. എനിക്കതിൽ തർക്കമില്ല. കാരണം എല്ലാം മാറാമല്ലോ. നമ്മുടെ രാഷ്ട്രീയമാകുമ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറാം. അപ്പം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കതിനെ എതിർത്ത് നിന്നുകൊണ്ട് ഓടാപ്പില്ല എന്ന് പറഞ്ഞിറങ്ങി ഓടാൻ എനിക്ക് പറ്റില്ല. കാരണം എന്നെ ജയിപ്പിച്ച കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു കൗൺസിലർ സ്ഥാനം എനിക്ക് കിട്ടിയത് കൊണ്ട്, അവരോടുള്ള ആത്മാർത്ഥതയുള്ളത് കൊണ്ട്, കൂറുള്ളത് കൊണ്ട് 5 വർഷത്തേക്ക് കൗൺസിലറായിട്ട് തുടരാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ അത് നല്ലതിനായി. ജയിച്ച് വന്നാൽ ചിലപ്പോൾ മേയറായിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ഷന് ഞാൻ നിൽക്കുന്നില്ല എന്ന് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ നിർത്തിയപ്പോൾ അവർ പറഞ്ഞിരുന്നത് വെറും കൗൺസിലറായിട്ട് നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞതാണല്ലോ അതൊക്കെ. കേന്ദ്രം പലതരത്തിലുള്ള നമ്മുടെ സംസ്ഥാന ഘടകം പല സ്ഥലത്തിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച നടത്തി അവസാനം ഒരു തീരുമാനം എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ എടുത്ത തീരുമാനമാണ് രാജേഷിനെ മേയറാക്കുക എന്നുള്ളത്. അതിനോട് ഞാൻ 100% അംഗീകരിച്ച ഒരു വ്യക്തിയുമാണ്. ഞാൻ അതൃപ്തി ഉണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി ആകുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പാർട്ടിക്ക് ഇവിടെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ആ ആഗ്രഹം ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യമല്ല ഉണ്ടെന്നുള്ളത് അത് ഞാൻ അംഗീകരിക്കുന്നു. ഓഫർ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടെ ഹാപ്പിയാണ്. ഇവിടുത്തെ ജനങ്ങളെ സേവനം ചെയ്തുകൊണ്ട് 5 വർഷം തുടരാനാണ് എന്റെ തൽക്കാലത്തെ തീരുമാനം. പാർട്ടിയിലെ ഒരു വളരെ അച്ചടക്കമുള്ള പ്രവർത്തകയായിട്ട് ഞാൻ തുടരും. അങ്ങനെ ചില ഓൺലൈൻ വാർത്തകൾ വന്നതായിട്ട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെ പഠിപ്പിടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. TV പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, മേയറാവാനാണ് ആഗ്രഹിച്ചത്, മേയറാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ മേയറായില്ല. എന്തോ കാരണം കൊണ്ട് അവസാന നിമിഷത്തിൽ മാറി. കേന്ദ്ര തീരുമാനം അതാണെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ലല്ലോ എന്നാണ് ശ്രീലേഖ പറയുന്നത്. അതൃപ്തി ആ വാക്കുകളിൽ പ്രകടമാണ്. പിന്നീട് അത് മറ്റൊരു തരത്തിലേക്കുള്ള പ്രതികരണമായി മാറുകയും ചെയ്യുന്നു. VV രാജേഷിന്റെ ശ്രദ്ധയിലാണെങ്കിൽ ഇത് പെട്ടിട്ടുമില്ല. എന്താണ് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്? റോഷ്നി, മേയറാക്കാമെന്ന് പറഞ്ഞ് മുൻ DGPയെ പറ്റിക്കുകയായിരുന്നു BJP സംസ്ഥാന നേതൃത്വം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ രത്ന ചുരുക്കവും. അക്കാര്യം തുറന്നു പറയുകയാണ് ആർ ശ്രീലേഖ തന്നെ എന്നുള്ളതാണ്. മാത്രവുമല്ല, ആദ്യം യൂട്യൂബ് ചാനലിൽ വന്ന ആ ഇൻ്റർവ്യൂ പിന്നീട് നിഷേധിക്കുന്നുമില്ല. അതായത് മേയറാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മത്സരിക്കാൻ തയ്യാറായത്. വെറുമൊരു കൗൺസിലറായി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എന്ന് പറയുന്നത് ശ്രീലേഖ തന്നെയാണ്. പിന്നീട് അവസാനം വരെ തന്നെയായിരുന്നു ഉയർത്തിക്കാട്ടിയത്. തൻ്റെ മുഖമായിരുന്നു എങ്ങും. തന്നെയാണ് ചാനലുകളിലും പത്രങ്ങളിലുമെല്ലാം ഉയർത്തിക്കാട്ടിയത്. പക്ഷേ അവസാന നിമിഷം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കേന്ദ്ര നേതൃത്വം ഇനിയിപ്പോൾ VV രാജേഷാണ് മേയറായി നന്നായി പ്രവർത്തിക്കുക എന്നുള്ളത് അവർക്ക് തോന്നിക്കാണണം. അതുകൊണ്ട് തന്നെ പോട്ടെ പുല്ല് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാനും കഴിയില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത്. കാരണം ഇവിടുത്തെ ജനങ്ങൾ തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തു എന്ന് ശ്രീലേഖ പറയുന്നതിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് മേയറാക്കാം എന്ന് പറഞ്ഞ് സംസ്ഥാന നേതൃത്വം പറ്റിച്ചു എന്നുള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം. സംസ്ഥാന നേതൃത്വം എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കണം ശ്രീലേഖയോട് ഇക്കാര്യം
പറഞ്ഞിട്ടുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും വി രാജേഷും മത്സരിക്കുന്ന സമയത്ത് ആർ ശ്രീലേഖയെ താങ്കളെ മേയറാക്കാം, മത്സരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്നുള്ളതാണ് ആ പാർട്ടിയിലെ ഒരു വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത്. അതായത് ആ രാജീവ് ചന്ദ്രശേഖരന് ഇഷ്ടക്കാരനായിരുന്നില്ല വി രാജേഷ്. നേരത്തെ മുരളീധര സുരേന്ദ്ര പക്ഷത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന നേതാവായിരുന്നു വി രാജേഷ്. അതുകൊണ്ട് തന്നെ വി രാജേഷിനെ വെട്ടണമെങ്കിൽ പകരം മറ്റൊരു മേയറെ കൊണ്ടുവരണം. അങ്ങനെ ഒരു മേയറെ കൊണ്ടുവരാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ ആർ ശ്രീലേഖയുടെ പേര് പാർട്ടി മുന്നോട്ട് വെച്ചതും അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയതും. പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPക്ക് 50 സീറ്റ് കിട്ടിയ സാഹചര്യത്തിൽ മേയറായി വി രാജേഷ് വരണമെന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുകയായിരുന്നു. അതിൽ നല്ല പരിഭവമുണ്ട് മുൻ DGPക്ക്, അതിൽ വലിയ അസ്വസ്ഥതയുണ്ട്, അതിൽ വലിയ അതൃപ്തിയുണ്ട്. കാരണം മേയറാക്കാം എന്ന വാഗ്ദാനം പിന്നീടും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ഈ വെളിപ്പെടുത്തലിലൂടെ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ തനിക്കിപ്പോൾ വലിയ അതൃപ്തിയൊന്നുമില്ല എന്ന് വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പറഞ്ഞെങ്കിൽ പോലും മേയറാക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ മത്സരിച്ചത് എന്ന് പറയുന്ന വാദത്തിൽ ഇപ്പോഴും ആർ ശ്രീലേഖ ഉറച്ചു നിൽക്കുകയാണ്. റോഷ്നി.